നമസ്കാരം. നവംബർ 7th നാഷണൽ ക്യാൻസർ ഡേ. ഈ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസറിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ക്യാൻസർ എന്ന രോഗത്തെ പറ്റി. അത്രയും അധികം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സാധാരണയായി കഴിഞ്ഞിരിക്കുന്നു ഈ രോഗം. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ശാരീരികപരമായി മാത്രമല്ല മാനസികപരമായും രോഗിയെ വളരെയധികം ബാധിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഞാൻ എൻ്റെ ഈ പഠനം നടത്തിയത് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ക്യാൻസർ സർവൈവേഴ്സ്, ഇവരിൽ നിന്നാണ്, ഇവരുടെ അനുഭവങ്ങളാണ്. ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ക്യാൻസർ അത് ശാരീരികപരമായി എങ്ങനെയാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരാൾക്ക്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാനസികപരമായി ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നതാണ്. എന്നോട് അനുഭവസ്ഥർ പറഞ്ഞത്, ഒരു രോഗിക്ക് ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ അദ്ദേഹം ഒരു പുതിയ സ്പേസ്, he is going to enter a new space, a new aura എന്നാണ് എന്നോട് പറഞ്ഞത്. where everything will be strange, even their steps, അതായത് അവർ വെക്കുന്ന ഓരോ സ്റ്റെപ്പും പുതിയതായിരിക്കും. അവിടെ എല്ലാം അവർക്ക് അപരിചിതമാണ്. എല്ലാം അവർ ഇതുവരെ കാണാത്തതും ഇതുവരെ അനുഭവിക്കാത്തതുമായ കാര്യങ്ങളാണ് അവരെ ഈ രോഗം വന്നതിന് ശേഷം അവരെ കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേടി തോന്നും അല്ലേ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അതാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. എനിക്ക് കിട്ടിയ ഈ എന്താ പറയാ, ഈ ഡാറ്റ വെച്ചിട്ട് ഞാൻ ഈ ഒരു മാനസികപരമായി അവർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ 4 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1, in the time of diagnosis. Second 1, in the time of testing. Third 1, in the time of treatment. And the fourth 1, after the post-treatment life. ഇങ്ങനെ 4 ഘട്ടമായിട്ട് 4 സ്റ്റെപ്പായിട്ട് ഞാൻ ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി ഫസ്റ്റ്, അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസിന്റെ സമയത്ത് ഇവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ടു കൺവേ the signs and symptoms. അത് അവരുടെ സയൻസ്, അതായത് ഓരോ ക്യാൻസർ പേഷ്യന്റിനും ഓരോ രീതിയിലായിരിക്കും അവരുടെ സിംറ്റംസ്, സയൻസ് ഒക്കെ പ്രകടമാകുന്നത്. അതൊരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു നേഴ്സിന് അവർ അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം അവർക്ക് മനസ്സിലാകും എന്നുള്ളൊരു പേടി, അതാണ് ഇതിന്റെ തുടക്കം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു പേടിയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. അങ്ങനെ ഇത് ടെസ്റ്റിങ്ങിലോട്ട് പോവുകയാണ്. ഡയഗ്നോസിസിന് ശേഷം ടെസ്റ്റിങ്ങിലോട്ട് പോവുകയാണ്. ഒരുപാട് തരം ടെസ്റ്റുകളുണ്ട് ഈ ക്യാൻസർ എന്ന ഈ രോഗം നിർണ്ണയിക്കാൻ. ടെസ്റ്റുകൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എന്തും സംഭവിക്കാം.
ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ റിസൾട്ട് വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന മാനസിക സമ്മർദ്ദം അത് വളരെ വലുതാണ് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് എന്താവുക, ഇത് പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ ലൈഫിനെ അത് എങ്ങനെയാണ് ബാധിക്കുക, ഞാനിനി എന്താ ചെയ്യുക, എൻ്റെ ഫാമിലി, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കി ആൾക്കാർ, ഞാൻ അവരോടൊക്കെ എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് ഒരു സൊസൈറ്റീനെ ഫേസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് തോട്ട്സ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അവരെങ്ങനെ എന്താ പറയുക ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പോസിറ്റീവാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇവർക്കൊരിക്കലും അറ്റ് ദ ബിഗിനിങ് ഇനീഷ്യലി ഇവർക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ വില്ലിങ് ആണെങ്കിൽ പോലും ദെയർ മൈൻഡ് അതൊരിക്കലും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇതെന്റെ റിസൾട്ട് അല്ല, അതായത് എനിക്കിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ആ ഒരു അസുഖത്തിനോട് കോപ്പപ്പായി അത് ഉൾക്കൊള്ളാൻ എടുക്കുന്ന സമയം ഒരുപാടാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ഇങ്ങനെ ഇതിനു ശേഷം ഇവർ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ട്രീറ്റ്മെന്റ് എന്ന അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പിന്നെയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് അവരുടെ മുന്നിൽ. എവിടെ തുടങ്ങണം, എന്ത് ട്രീറ്റ്മെന്റ് ഞാൻ എടുക്കണം, എവിടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം, ഈ ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ ഞാൻ പഴയ പോലെ ആകൂ, എനിക്കെൻ്റെ പഴയ പോലെ എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുമോ, എൻ്റെ സൊസൈറ്റി, എൻ്റെ ഫാമിലി അവരെങ്ങനെയാണ് ഇത് എടുക്കുക, അവരെൻ്റെ കൂടെ നിൽക്കുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിലൊക്കെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അവർ കൂടുതൽ അനുഭവിക്കുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തുള്ള സൈഡ് എഫക്ട്സ് ആണ്. ഓരോ ക്യാൻസറും ഓരോ രീതിയിലാണ് ഓരോ വ്യക്തിയിലും കാണുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് എന്താ പറയുക അത് ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലങ് ക്യാൻസർ പോലെയല്ല ത്രോട്ട് ക്യാൻസർ വരുന്നത്. എല്ലാത്തിൻ്റെ സൈൻസ്, സിംറ്റംസ്, നമുക്ക് വരുന്ന ചേഞ്ചസ് ഫിസിക്കലി, മെന്റലി, എവറിത്തിങ് വിൽ ബി എല്ലാം ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എന്നാണ് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും അതുപോലെ തന്നെയാണ്. ചിലവർക്ക് സർജറി മാത്രം മതിയാവും, ചിലവർക്ക് സർജറിയും കീമോ, റേഡിയേഷൻ മൂന്നും വേണ്ടി വരും, ചിലവർക്ക് റേഡിയേഷൻ കീമോ മാത്രം മതിയാകും. ഓരോരുത്തർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ വരെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ, എവറിത്തിങ് ഇസ് ഇൻഡിവിജ്വലി ഡിഫറെന്റ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇവർക്ക് വരുന്ന സൈഡ് എഫക്ട്സ്, ഇതിന്റെ മെഡിസിൻസ്, റേഡിയേഷൻസ്, കീമോ കാരണമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഇവരുടെ മൈൻഡിന് ഭയങ്കരമായിട്ട് ഫിസിക്കലി അവർ ഭയങ്കര ഡൗൺ ആണെങ്കിൽ പോലും അവരിങ്ങനെ വിചാരിക്കും, ഞാൻ മെന്റലി ഭയങ്കര സ്ട്രെങ്ത് ആവണം, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഫിസിക്കലി ഉള്ള അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവരെ കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഫറ്റീഗ്, വൊമിറ്റിംഗ്, ഹെഡേക്ക്, ഹെയർ ലോസ്, ഇങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് ആണ് ഇവർക്ക് ഉണ്ടാകുന്നത് എന്ന് ഇവർ പറയുന്നു. ഇതൊക്കെ അവരെ ശാരീരികപരമായി മാത്രമല്ല മാനസികപരമായും ഒരുപാട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ സ്റ്റെപ്പ്, ഇതെല്ലാം അവർ ഓവർകം ചെയ്ത് ഇതിനെ ക്യൂർ ചെയ്ത് അവർ വന്നാൽ തന്നെ അവസാനത്തെ സ്റ്റെപ്പ്, അതായത് പോസ്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ദി എൻറ്റയർ ലൈഫ് അവരെ വേട്ടയാടുന്ന ഒരു പേടിയാണ്.
എന്താ പറയുക, എനിക്ക് ഇനിയും ഈ അസുഖം വരൂ, ഈ അസുഖം ഇനിയും വന്നാൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ആ പേടി, അത് ലൈഫ് ലോങ് അവരെ വേട്ടയാടും. അവരെങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഓരോ നിമിഷവും അവർക്ക് ഭയങ്കരമായിട്ട് അത് അവരെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ സമൂഹം ഒരുപാട് അതിനൊക്കെ അതിജീവിച്ച് മൈൻഡൊക്കെ ഒരുപാട് സ്ട്രെങ്തനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നമ്മൾ സൊസൈറ്റി, നമ്മൾ ജനങ്ങൾ, നമ്മൾ സമൂഹം അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അതത്രമാത്രം ഉണ്ട്. ആ ഒരു സപ്പോർട്ട് കാരണമാണ് ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സസ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻസ്, ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓരോരുത്തരും എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസസ്, ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും എന്താ പറയുക എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. ഇതൊക്കെ അവർക്ക് ഒരുപാട് റിലീഫ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ സർവൈവ് ചെയ്തു വന്ന ആൾക്കാർ ഇവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ, അതായത് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മോട്ടിവേഷൻ, തോറ്റ് കിടക്കുന്നവിടുന്ന് ജയിച്ച് കയറി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എനർജി, അതായത് എന്നെക്കൊണ്ടും പറ്റും എന്ന ഒരു എനർജി, അതൊക്കെ നമുക്ക് മാത്രം, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം അവർക്ക് നേടിയെടുക്കുന്നതാണ്. ഈ സപ്പോർട്ട് എന്നും എപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കണം. ഈ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് about 60% ഓഫ് ക്യാൻസർ സർവൈവേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ, അതായത് 60% ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാൻസർ സർവൈവ് ചെയ്യുന്ന ആൾക്കാർ 60% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ ആ ഒരു കഴിവ് തന്നെയാണ്. അത് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഈ ഒരു ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അത് ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവരെ നമ്മോട് ചേർത്ത് നിർത്തി, അവരുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോടും പറയുകയാണ്. ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി. ജയ് ഹിന്ദ്.